ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൽ നാം ഒരുമിച്ച് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചടക്കം എന്ന വിഷയമാണ്. അതിനാധാരമായി നാം വായിച്ചത് സദൃശ്യവാക്യങ്ങൾ 29:1. അവിടെ ഇപ്രകാരമാണ് വായിച്ചത്: കൂടെ കൂടെ ശാസന കേട്ടിട്ടും. കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച്. ശാസന എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ ആ വാക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. വഴക്കു പറയുക, തിരുത്തുക, പ്രബോധിപ്പിക്കുക, ഓർമ്മപ്പെടുത്തുക, നേർവഴി കാണിക്കുക, ദേഷ്യപ്പെടുക, പല വിധത്തിൽ ആ വാക്ക് ഉപയോഗിക്കാം. ഇത് കൂടെ കൂടെ ഒരു വ്യക്തിയുടെ നേരെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തി കൂടെ കൂടെ വഴി തെറ്റുന്നു എന്നാണ്. മാത്രമല്ല, ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്, കരുതലുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പുറകെ ദൈവം നടക്കുക. അതിന് ഒരു ഉദാഹരണമാണ് പത്രോസ്. പത്രോസിനെ കൂടെ കൂടെ കർത്താവ് ശാസിച്ചു. ആദ്യമായിട്ട് പത്രോസ് യേശു കർത്താവുമായിട്ട് കണ്ടുമുട്ടുന്നത് തൻ്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണാം. സഹോദരൻ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കർത്താവ് അവനെ നോക്കി. അവൻ്റെ പേര് മാറ്റി. പക്ഷേ അവൻ യേശു കർത്താവിനോട് ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. പിന്നത്തേതിൽ അവൻ തൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് യേശു കർത്താവ് അവനെ അന്വേഷിച്ച് ചെല്ലുന്നു. ശീമോനുള്ളതായ ഒരു പടക് കർത്താവ് തൽക്കാലത്തേക്ക് ചോദിച്ചു വാങ്ങുന്നു. വാങ്ങിയിട്ട് അതിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചു തീർന്നപ്പോൾ പത്രോസിനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. അപ്പോൾ പത്രോസ് സത്യം തുറന്നു പറയുന്നു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഒരു പ്രതീക്ഷയും ഇല്ല എങ്കിലും, ഒരു സാധ്യതയും ഇല്ല എങ്കിലും, കർത്താവേ, അങ്ങയുടെ വാക്ക് ഞാൻ പാലിക്കാം. അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ അവിടുന്ന് പത്രോസിനെ തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, ആദ്യം കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയ ആളെ പുറകെ ചെന്ന് മീൻപിടുത്തത്തിൽ പരാജയപ്പെട്ട സ്ഥലത്ത് വീണ്ടും അവനെ ഉപദേശിച്ച്
ധാരാളം മത്സ്യസമ്പത്ത് കൊടുത്ത് അവനെ അനുഗ്രഹിച്ച് അവനെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കാനുള്ള ഒന്നാമത്തെ നടപടി എടുത്തു. കൂടെ ഒരു വ്യക്തിയെ സന്ദർശിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് കണ്ടോ? അവൻ പിന്നത്തേതിൽ ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനും മിഷണറിയുമായി മാറി. 10,000-കണക്കിന് ആളുകളെ നേർവഴി കാണിക്കുന്ന, സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്തുന്ന, നിത്യജീവന്റെ വെളിച്ചം അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായി മാറി. ദൈവം നിങ്ങളെ കൂടെ തിരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.